ഒട്ടും പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ വട്ടവട ട്രിപ്പ്. രാവിലെ 5:30 ഞങ്ങൾ പുറപ്പെട്ടെ. കൂടെ ഉണ്ടായിരുന്നത് നിതിനും അഞ്ജനയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, സൂപ്പർ ട്രാവൽ പാർട്ട്നേഴ്സ് ആയിരുന്നു കേട്ടോ അവര്. കടമറ്റമ്പള്ളി കയറി നേർച്ചയും വിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി കേട്ടോ. ചായ ഞങ്ങൾക്കൊരു വീക്ക്നെസ് ആണേ, അതില്ലാണ്ട് ഒരു പരിപാടിയില്ല. അങ്ങനെ ഞങ്ങൾ മൂന്നാറോട്ട് വണ്ടി എടുത്തു. അവിടെ നേരെ ഓരോ വ്യൂ പോയിന്റ്സിലും പോയിട്ട് ഓരോ സ്ഥലത്തൊക്കെ ഇറങ്ങി നേരെ പോയത് സ്പീഡ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടാട്ടോ. ആദ്യം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടോ. ആദ്യം കൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ സ്പീഡ് ബോട്ടിനകത്ത് വെള്ളത്തിൽ കൈതാന്നുള്ളതാണ്. ഞാനൊരു കൈ കൊണ്ടാലും മുറുകെ പിടിച്ചിരിക്കും, ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നേരെ വട്ടവടയിലോട്ടാട്ടോ. നമ്മള് മൂന്നാർ ടൗണിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വട്ടവടയിൽ നിന്ന് ഏകദേശം കുറെ ഉള്ളോട്ട് പോകണമായിരുന്നു കേട്ടോ, നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് കാണുന്ന വ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റോഡൊക്കെ അങ്ങോട്ട് മാറി നിറച്ച് കുണ്ടും കുഴിയായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്റ്റേ എടുത്തേച്ചത് തമിഴ്നാട് ബോർഡറിലായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന റോഡ് കണ്ടോ, ഇതിന്റെ അറ്റത്താണ് ഞങ്ങൾ എടുത്ത സ്റ്റേ. നോക്കിക്കേ, അവര് നടന്നു പോവാട്ടോ സ്റ്റേ എങ്ങനെയാ നോക്കാൻ വേണ്ടിയിട്ട്. അവിടെ കണ്ടോ എന്ത് ചെറുതാണ്. ഞങ്ങൾക്ക് അതിശയായിരുന്നു വണ്ടി അങ്ങോട്ട് കയറുന്നു, പക്ഷെ ഒന്നും പറയാനില്ല കേട്ടോ. സൂപ്പർ സ്റ്റേ ആയിരുന്നു. വീടിന് ചുറ്റും പൂക്കളായിരുന്നു. ഒരു മലയുടെ സൈഡിലായിരുന്നു ഈ വീട്. രാത്രി നല്ല തണുപ്പായിരുന്നു കേട്ടോ. അവിടെ ചെന്ന ഉടനെയാണ് ഞങ്ങൾ ഫുഡൊക്കെ വേദന ഉണ്ടാക്കി വെച്ചിട്ടോ. എന്നിട്ട് ഞങ്ങൾ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് രാത്രി ആയപ്പോഴത്തേക്കും കുറച്ച് തടി കഷ്ണമൊക്കെ കൂട്ടിയിട്ട് തീ കാണും കേട്ടോ. നല്ല രസമായിട്ട് ഒരു രക്ഷയില്ല. രാത്രി മൊത്തം ഇരുട്ടാണ്, ഒരു ചുക്കും കാണത്തില്ല, അത്ര ഇരുട്ട്. തൊട്ടടുത്തൊരു വീട് പോലും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അത് രാത്രിത്തേക്ക് ഞങ്ങൾ ഉണ്ടാക്കിയത് ചിക്കനും ചപ്പാത്തിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ എഴുന്നേറ്റത്. ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അന്ന് തിരിച്ചു കേട്ടോ. ഇറങ്ങാൻ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന അമ്മ അവിടെ ഉണ്ടായിട്ടുള്ള കുറച്ച് പൂവൊക്കെ ഞങ്ങൾക്ക് തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ജീപ്പൊക്കെ എടുത്ത് നേരെ തന്നെ പോയത് സ്ട്രോബെറി തോട്ടത്തിലോട്ടാട്ടോ. ആ പോകുന്ന വഴി എന്ത് രസമാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷയില്ലാത്ത ഏരിയ. ഈ ഹരിതാപവും പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനത്തെ ഒരു ഏരിയയിലോട്ടാട്ടോ ഈ പോകുന്നത്. അതിൻ്റെ അറ്റത്തൊരു വീട്ടിലാണ് ഈ സ്ട്രോബെറി കൃഷി ചെയ്യുന്നത്. നേരെ പറിച്ച് കഴിച്ചൊക്കെയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ തേങ്ങ എന്നാ ടേസ്റ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ തന്നെ മറ്റേ ഗ്രീൻ പീസ് പാടോട്ടേക്ക് കാണുന്നത്, അങ്ങോട്ടേക്ക് പോയി. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ നേരെ തന്നെ പോകുന്നത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാട്ടോ. അധികം വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യക്കൊട്ടിനൊക്കെ ഇറങ്ങാൻ പറ്റിയിട്ടോ. നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. അവിടെ ആളും കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ. അതിന്റെ സൈഡിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആദ്യക്കൊട്ടിനാണെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് കയറുന്നുണ്ടായിരുന്നില്ല. കാലാണെങ്കിൽ തണുത്ത് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പ് അരിച്ച് കയറുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ പോയത് ക്യാരറ്റ് തോട്ടത്തിലോട്ടാട്ടോ. ക്യാരറ്റൊക്കെ പറിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് മൂന്നാർ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ മൂന്നാർ പോയി. അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു 6 മണി കഴിഞ്ഞു. എന്നിട്ട് രാത്രി ഇരുട്ട് വീണപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം നല്ല വിശപ്പായിരുന്നു. സോ ഞങ്ങൾ അടിമാലി ഹോട്ടലിലാട്ടോ കയറിയത്. സൂപ്പർ ഫുഡായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. വയറച്ച് ഫുഡും കഴിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസാണ് ഈ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു.